ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എഞ്ചിൻ ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ ഫുൾ എഞ്ചിൻ അസംബ്ലിംഗ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓയിൽ മുഴുവൻ തീർന്നു പോയതുകൊണ്ട് റിങ്സ് എല്ലാം ജാമായി പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലായിരുന്നു. നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ചേസിസിൽ നിന്നും വേർപെടുത്തി മുഴുവനായി എങ്ങനെ ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ എഞ്ചിൻ അസംബ്ലിങ്ങിൻ്റെ വീഡിയോ സീരീസിലെ പാർട്ട് 7 വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയൽ ഇന്ന്. ഈ വീഡിയോ സീരീസിലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർ വീഡിയോകളുടെ എല്ലാ ലിങ്കുകളും അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുതിയ സിലിണ്ടർ കിറ്റ് വാങ്ങിയാലും പഴയ സിലിണ്ടർ റീബോർ ചെയ്താലും ഇനി നമുക്ക് ചെയ്യാനുള്ളത് പിസ്റ്റൺ റിങ്ങുകൾ എങ്ങനെ പിസ്റ്റണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യമാണ്. പിസ്റ്റൺ റിങ്ങുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യമാണ് ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പാർട്ട് 7 വീഡിയോയിൽ ഇന്ന്. മൊത്തത്തിൽ നമുക്ക് 5 റിങ്ങുകളാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. മറ്റുള്ള 4 റിങ്ങുകളിൽ നിന്നും ഷേപ്പിൽ തികച്ചും വ്യത്യസ്തമായ ഓയിൽ എക്സ്പാൻഡർ റിങ്ങാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഓയിൽ എക്സ്പാൻഡർ റിങ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓയിൽ എക്സ്പാൻഡർ റിങ്ങിൻ്റെ അഗ്രഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ലോക്കാകാത്ത വിധത്തിൽ, ഒറ്റവാക്കി പറഞ്ഞാൽ മലയാള അക്ഷരമാലയിലെ ദ എന്ന അക്ഷരം വരുന്ന രീതിയിൽ വേണം പിസ്റ്റണിൽ ഇടുമ്പോൾ വരേണ്ടത്. തലതിരിച്ച് പിടിച്ചാൽ ന എന്ന അക്ഷരം വരും പോലെയും. ഒരു മാർക്കർ ഉപയോഗിച്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഓയിൽ എക്സ്പാൻഡർ റിങ് ഇൻസ്റ്റാൾ ചെയ്തു തുടങ്ങാം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എക്സ്പാൻഡർ റിങ്ങിൻ്റെ അഗ്രഭാഗങ്ങൾ തമ്മിൽ ന എന്ന അക്ഷരം വരുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് വെരിഫൈ ചെയ്ത് ഉറപ്പിക്കാം. ഇവിടെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അഗ്രഭാഗങ്ങൾ തമ്മിൽ ന എന്ന അക്ഷരം പോലെ തന്നെയാണ്. ഇനി നമുക്ക് ഈ 2 ഓയിൽ റിങ്ങുകൾ എക്സ്പാൻഡർ റിങ്ങിൻ്റെ താഴെ മുകളിലുമായി ഇട്ട് കൊടുക്കാം. ഈ ഭാഗത്തു നിന്നും ഓയിൽ എക്സ്പാൻഡർ റിങ്ങിന് താഴെ വരുന്ന ആദ്യത്തെ സപ്പോർട്ട് റിങ് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടൺ അമർത്താനും. ഇനി നമുക്ക് ഓയിൽ എക്സ്പാൻഡർ റിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന സപ്പോർട്ട് റിങ് ഇടാം. ഇപ്പോൾ ഇട്ട റിങ്ങിൻ്റെ നേരെ എതിർഭാഗത്തു നിന്ന് വേണം അടുത്ത റിങ് ഇടേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് റിങ് ഏറ്റവും ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ഓയിൽ എക്സ്പാൻഡർ റിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ രണ്ടാമതായും മൂന്നാമതായും ഇട്ടുകൊടുത്ത സപ്പോർട്ട് റിങ്ങുകളുടെ ഇടയിലാണ് ഏറ്റവും ആദ്യമിട്ട ഓയിൽ എക്സ്പാൻഡർ റിങ് വരേണ്ടതെന്ന് ചുരുക്കം. പിസ്റ്റണിൽ രേഖപ്പെടുത്തിയ IN അഥവാ ഇൻലെറ്റ് വാൽവ് സൈഡ് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ രണ്ടാമതിട്ട റിങ് ഇവിടെ നിന്നും മൂന്നാമതിട്ട റിങ് ഇവിടെ നിന്നുമാണ് തുടങ്ങിയത്. ഇനി നമുക്ക് 2 കംപ്രഷൻ റിങ്ങുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ ടോപ്പ് 2 എന്ന് രേഖപ്പെടുത്തിയ കംപ്രഷൻ റിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് ഈ ഭാഗത്തു നിന്നും ആരംഭിക്കാം. ടോപ്പ് 2 എന്നാൽ ടോപ്പ് സൈഡ് അഥവാ മുകളിലെ സൈഡിൽ നിന്നും രണ്ടാമതായി വരേണ്ട റിങ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കംപ്രഷൻ റിങ് ഇടാം. ഇവിടെ ടോപ്പ് 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. ടോപ്പ് 2 എന്ന കംപ്രഷൻ റിങ് ഇട്ട ഭാഗത്തിന് നേരെ എതിർഭാഗത്ത് നിന്ന് നമുക്ക് ടോപ്പ് 1 എന്ന കംപ്രഷൻ റിങ് ഇടാം. ടോപ്പ് 1 എന്നാൽ ടോപ്പ് സൈഡ് അഥവാ മുകൾ ഭാഗത്തു നിന്നും ആദ്യം വരുന്നതെന്നാണ് അർത്ഥമാക്കുന്നത്. ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായി അല്പം എഞ്ചിൻ ഓയിൽ നമുക്ക് റിങ്ങുകളിൽ അപ്ലൈ ചെയ്യാം. ഇതോടുകൂടി കാര്യങ്ങളെല്ലാം ശുഭം. ഇനിയും പുതിയ 2 വീലർ റിപ്പയർ വീഡിയോകളുമായി എല്ലാ ബുധനാഴ്ചകളും ഞായറാഴ്ചകളും നമുക്ക് വീണ്ടും ഒത്തുചേരാം. അതുവരെ ടെക്നോ ടിപ്സ് ഓറിയന് വേണ്ടി ഞാൻ ഷജീഷ് ചന്ദ്രൻ എന്നും നിങ്ങളോടൊപ്പം.